അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങൾ അപ്പോഴും ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും മുടക്കാതെ ചൊല്ലിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ആ പ്രാർത്ഥന 9 പ്രാവശ്യം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു. ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും എല്ലാ ദിവസവും വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവർ പറഞ്ഞു, നിങ്ങൾ നോർമൽ ഡെലിവറി ആകാൻ പാടില്ല, ഓപ്പറേഷൻ എടുക്കണം. ഈ 3 കുട്ടികളും നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞു നവംബർ 7-ാം തീയതി കൊച്ചിനെ ഓപ്പറേഷൻ എടുത്തവർ. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവർ എന്നോട് പറഞ്ഞു, ഈ കുട്ടി ഒരു കാരണവശാലും കരയില്ല, അവന് ട്യൂബ് ഇടണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ കുട്ടി ഉണ്ടായപ്പോൾ വളരെ അത്ഭുതകരമായി അവന് ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഈ 3 കുട്ടികൾ കരഞ്ഞതിനേക്കാൾ ഉറക്കെ അവൻ കരയുകയും അവന് ഒരു ട്യൂബും ഇടേണ്ട ആവശ്യം വന്നില്ല. അവന് ഓക്സിജനും കൊടുക്കേണ്ട